ഉടക്കല്ലേ തന്നെ എന്റെ സ്റ്റാൻഡ് കിട്ടോടാ. പിന്നെ എന്റെ അടുത്ത് ശ്യാമേട്ടനുണ്ടോ? ആരാ? എന്താ കാര്യം? നമ്മുടെ ശ്യാമണ്ണന്റെ മുറപ്പെണ്ണ. കണ്ടിട്ട് എന്തോ കാര്യമുണ്ട്. ഓഹോ, മുറപ്പെണ്ണ അല്ലേ? ചേട്ടൻ ഇവിടെ ഉണ്ടോ? അയ്യോ, ഉണ്ടെന്ന് മാത്രമല്ല, കുട്ടിയെ കാത്തിരിക്കാൻ കൂടാ. വന്നേ. നീ എവിടെ പോവാ? അയ്യോ, ഞാൻ ശ്യാമണ്ണന്റെ ബെസ്റ്റ് ദോസ്തല്ലേ. ആഹാ, ദോസ്തിയൊക്കെ അങ്ങ് പുറത്ത് കണ്ട ആപ്പ ഒപ്പിക്കുന്ന കയറി നിരങ്ങാനുള്ള സ്ഥലമല്ലേ. അപ്പൊ പിന്നെ സാറോട് നിൽക്കുന്നത് പുറത്ത്. ആ, കുട്ടി വന്നേ. ശ്യാമേ, ദേ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്. ശ്രീകുട്ടി, വണ്ടി എടുക്ക്. ശ്രീകുട്ടി അവിടെ നിൽക്കാൻ. എന്ത് പറ്റി? ഒന്നും അറിഞ്ഞൂടല്ലേ? ഇതിനാണ് എന്നും കാലത്ത് ക്യാമറയും കെട്ടിപ്പോഞ്ഞോണ്ട് ഇറങ്ങുന്നല്ലേ? കൊണ്ട് പെമ്പിള്ളാരുടെ അവിടെ ഇവിടെയൊക്കെ പിടിക്കാൻ നാളല്ലേ മനുഷ്യൻ. നീ ഒരുപാട് ചന്ത പെമ്പിള്ളാരെ പോലെ സംസാരിക്കരുത്. മാസിന്റെ മോശത്തിന് വേണ്ടി പെമ്പിള്ളാരുടെ ഫോട്ടോ എടുക്കുന്ന എന്റെ ജോലിയാ. അപ്പൊ പിന്നെ അവിടെ ഇവിടെയും പിടിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു നിർത്തുകയും ഒക്കെ ചെയ്യും. ഇത്ര മനസ്സിലാക്കാനുള്ള കഴിവ് 4 ലക്ഷം പഠിച്ചിട്ട് സിറ്റി ജോലി നിനക്കില്ലേ? സിറ്റി ആയാലും ഗ്രാമമായാലും എനിക്കിതൊന്നും സഹിക്കാൻ പറ്റില്ല. ഇപ്പൊ ഇതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. ഞാൻ ഹോസ്റ്റലിൽ വരാം. പോ. ഇവിടെ ഇങ്ങോട്ട് പിടിച്ചോണ്ട് ആര് പറഞ്ഞു? ഞാൻ അറിഞ്ഞ അണ്ണ അവിടെ പെമ്പിള്ളേരായിട്ട് പഞ്ചായത്ത് നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നാ പോയി ഒന്നിച്ചെങ്കിൽ വരണം. ചുമ്മാ കണവണ കടം പറയരുത്. വണ്ടി മൂത്രമൊഴിച്ചിട്ടല്ല ഓടുന്നത്. കാറ് പോവോ? പിന്നെ കാണാനാ നിർത്തിയിരിക്കുന്നത്. എന്നാ പോട്ടെ. അതെ, അങ്ങനെ ചുമ്മാ പോട്ടെന്ന് പറഞ്ഞാലൊന്നും പോകത്തില്ല. ആർക്ക് പോണം, എവിടെ പോണം, എന്തിനു പോണം, എത്ര ബഡ്ജറ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ സൗകര്യം ഉണ്ടെങ്കിൽ വരും. എന്താ ഇത് തകരം കൊണ്ടാണോ സ്വർണം കൊണ്ടാണോ ഉണ്ടാക്കിയിരിക്കുന്നേ? എന്തുകൊണ്ട് ഉണ്ടാക്കിയാലും താൻ ഇതിനകത്ത് കാണുന്ന ഇവിടെ ആരും നിർബന്ധിച്ചില്ലല്ലോ. ഈ ചക്കടാ വണ്ടിയുടെ വളയം പിടിച്ചപ്പോ നിനക്കൊക്കെ ഈ പോസ്. തുണയുണ്ടെങ്കിൽ ഇറങ്ങി വരിക. 8 വീട്ടിൽ ലാഭം വേണ്ട ഏതോടെ മായമൊക്കെ പഠിച്ചത്. നിന്റെ പത്രം ഞാൻ അവസാനിപ്പിക്കുവാ. എടാ, ഇതിനകത്ത് ചങ്കരപ്പുള്ള ഒരു ചെറ്റ ഇരിപ്പില്ലടാ. ഉണ്ടെങ്കിൽ ഇറങ്ങി വരിക. കുത്തും കൊലയും ജോലി ഒന്നും എനിക്ക് പുത്തരികളെ നാറികളെ എല്ലാത്തിനും ഞാൻ ബോംബിട്ട് നശിപ്പിക്കും. ഞാൻ കൊലവേരത്തിൽ കയറുവിടാ. ഇറങ്ങി വരണോ അതോ ഞാൻ അങ്ങോട്ട് വരണോ? ആരുടെ ഇവിടെ ചാടുന്നത്? ഇപ്പൊ ഒരു കുത്തു കേസ് ജയിലിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. പേര് 8 വീട്ടിൽ രാമപിള്ള. 8 വീട്ടില് രാമപിള്ള. നീ വെള്ളം അടിച്ച് കാർ ഓടിക്കാറുണ്ടോ? മുതലാളി വേണമെങ്കിൽ എന്റെ ചെകിടത്ത് 4 പൊട്ടിച്ചോണം. പക്ഷെ ഞാൻ വെള്ളം അടിച്ചത് മാത്രം പറയരുത്. അല്ല, 4 ഞാൻ പൊട്ടിക്കുന്നുണ്ട്. അതിനു മുമ്പ് സത്യം എന്താണെന്നൊന്ന് അറിയണമല്ലോ. കാറിന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. കീ എവിടെ? ജാക്കിയും സ്റ്റെപ്പിനും ഒക്കെ കാറിലുണ്ടോ? എന്റെ സാറേ, എന്റെ ജീവനേക്കാളും വലുതാണോ ജാക്കിയും സ്റ്റെപ്പിനും ഒക്കെ? മനസ്സിലായില്ല. സാർ കേൾക്കണം. ഞാൻ ഇങ്ങനെ ശബരിമല ഇറക്കം ഇറങ്ങി വരുന്നു. താഴെ വലിയ കൊക്കോ. ഞാനൊരു വളവ് തിരിയുന്നു. പെട്ടെന്ന് കുറേ നിൽക്കുന്നു. ആരാ? 3 ഒറ്റയാൻ. ഞാനൊരു ചവിട്ട് വെച്ചു കൊടുത്തു. എന്റെ സാറേ, വായുണ്ടെങ്കിൽ കാർ പോലും നിലവിളിച്ചേന്. ഞാൻ മിണ്ടിയോ? മിണ്ടിയില്ല. ഞാനൊരു 10 മിനിറ്റ് ലൈറ്റ് അണച്ച് കാറിലിരുന്നു. ആനകൾ അനങ്ങിയോ? അനങ്ങിയില്ല. നിവർത്തിയില്ലാതെ ഞാൻ ജാക്കി എടുത്തെറിഞ്ഞു. പോയി. ആനയോ? അല്ല, ജാക്കി. രണ്ടാമത് ഞാൻ സ്റ്റെപ്പിനെ എടുത്ത് ഉരുട്ടി വിട്ടു. പോയി. സ്റ്റെപ്പിന്? കറക്റ്റ്. ഇപ്പൊ സാറിന് കാര്യങ്ങൾ മനസ്സിലായി വരുന്നുണ്ടല്ലോ. ആനകൾ അനങ്ങിയില്ല. പിന്നെ എന്റെ സാറെ, എനിക്ക് ഒരുമാതിരി ചൊറിഞ്ഞു പറഞ്ഞു വന്നു. ഞാൻ വീൽ കപ്പും ലാമ്പും ബമ്പർ എല്ലായിടത്തും ചണ ഗുണ വലിച്ചെറിഞ്ഞു. അവസാനം എന്റെ നല്ല കാലത്തിന് കാശിരുന്ന ബാഗ് കൈ കിട്ടി. 10,500 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാനെടുത്ത് എറിഞ്ഞു കൊടുത്തു. അപ്പൊ ബമ്പറും ടെയിൽ ലാമ്പും കാശും കൂടെ പോയി അല്ലേ? പോയെങ്കിൽ എന്ത് സാറേ, ആനകൾ പോയി കിട്ടിയില്ലേ? ഞാൻ എന്റെ ഉള്ള ഉയരം കൊണ്ട് മല ഇറങ്ങി പോകുന്നു. ഇപ്പോഴും എന്റെ കൈ വിറക്കുന്നുണ്ടല്ലേ സാർ? എന്നിട്ട് ഇപ്പൊ കാർ എവിടെ? കാറ് അങ്ങ് ശബരിമലയല്ലേ? ശബരിമലയിലെവിടെ? അങ്ങ് ഇറക്കത്തിൽ. അവിടെ എല്ലാം ഇറക്കമാണല്ലോ. അങ്ങോട്ട് പോകുമ്പോ കയറ്റല്ലേ സാർ? കാർ എവിടെ കിടക്കുന്ന ചോദിച്ചത്? ഇങ്ങോട്ട് വരുമ്പോ ഇടവശത്തുള്ള കളർ ഷാപ്പിന് മുമ്പ് കിടപ്പുണ്ട്. അത് ശരി. അപ്പൊ ആനയല്ല, ഷാപ്പായതെല്ലാം കൊണ്ടുപോയത്. അപ്പോ സാറിന് എന്നെ വിശ്വാസമില്ലേ? അയ്യോ ഇല്ല. ഇത്രയും നാൾ സാറിന്റെ അടുത്ത് ഞാൻ വിശ്വാസത്തോടെ പണിയെടുത്തു. ഇനി ചീത്തപ്പേരെയൊക്കെ ഞാൻ തയ്യാറല്ല. സ്വരം നന്നായിരിക്കും നമുക്ക് പിരിയാം.
എടാ അവിടെ നിൽക്കാൻ. ഇല്ല നമ്മളൊന്നും ശരിയാകത്തില്ല. ശരിയാകത്തില്ല. എടാ, അവിടെ നിൽക്കാനോ? ഇല്ല നമ്മൾ ശരിയാകും. ഈ ജമ്മ ശരിയാകും. എടാ ഇല്ലേ ഇല്ല. എടാ റാസ്കൽ, നിന്നെ ഞാൻ കേസ് കൊടുത്ത് അകത്താക്കിയില്ലെങ്കിൽ എന്റെ പേര് ശ്രീകണ്ഠൻ നായരെന്നല്ല. ശ്രീകണ്ഠൻ നായരല്ലേ? ശ്രീകണ്ഠേശ്വരം ഒന്നും അല്ലല്ലോ. പോവാൻ പറയണ്ണ. എന്താ പിരിച്ചുവിട്ട കാര്യം? അസൂയ അണ്ണ, അസൂയ. ഞാൻ ഒരു നായരായി പോയില്ലേ. ഒരു നായർക്ക് വേറൊരു നായർ നന്നാവുന്ന കണ്ടാ സഹിക്കുവോ? അത്രയൊക്കെയുള്ള അണ്ണാ കാര്യം അസൂയ കൂട്ടങ്ങൾ. കുട്ടപ്പന് മോട്ടോർ പണി അറിയാവുന്നിടത്തോളം കാലം യവനൊന്നും കുട്ടപ്പന ഒരു പുല്ലും ചെയ്യൂല. അടുത്ത മിനിറ്റിൽ അപ്പോയിന്റ്മെന്റ് ആർഡറുമായിട്ട് ആള് വന്നില്ല അണ്ണ. എവിടുന്ന്? കാർ വർക്ക്ഷോപ്പിൽ നിന്ന്. അപ്പൊ നീ ഇപ്പൊ വർഷാപ്പില? പിന്നെ അതല്ലേ അണ്ണൻ കാറിന്റെ പ്രശ്നം പറഞ്ഞപ്പോ ഞാൻ കയറി ഏറ്റത്. അണ്ണൻ ധൈര്യമായിട്ട് പോണം. അണ്ണന് പെമ്പിള്ളേരെ കയറ്റാൻ ഇഷ്ടം പോലെ കാറ് ഞാൻ കൊണ്ടുവരൂല്ലേ. പിന്നെ ചിക്കിൽ കറക്റ്റായിട്ട് ഇങ്ങ് പോരണം. രൊക്കം ഏർപ്പാടേ ഉള്ളൂ, കടമില്ല. നീ കാറേറ്റോ? ആ. എന്നാ കാശ് ഞാനേറ്റു. ഓക്കെ. പിന്നെ ഒരു കാര്യം, ഇതുപോലെ ആക്രി വണ്ടി ഒന്നും കൊണ്ടുവരരുത്. അയ്യോ അണ്ണ, ബെൻസ്, ടയാട്ട, ഇമ്പാല ഒക്കെ കൊണ്ട് ഇറക്കൂല്ലേ. ആ. ഫ്ലാറ്റ്, ഒരു ഫ്ലാറ്റ്. നടക്കോ? ഫ്ലാറ്റ്. നീ എന്താ പറഞ്ഞു പഠിക്കാണോ? ഫ്ലാറ്റ് 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 എന്ന് പറ്റിയല്ലേ പറ. എനിക്ക് വേറെ വഴി നോക്കണമെന്നേ. ചേട്ടാ ഇത് ഏതാണ്ട് എന്റെ ആവശ്യം പോലെയാണ് അണ്ണൻ പറയണത്. ഒരു ഫ്ലാറ്റ് ഉണ്ട്. പക്ഷെ നമ്മളൊരു അല്പം കുരുത്തക്കേട് കാണിച്ചാൽ നമ്മുടെ കിട്ടും. ആരുടെ? നമ്മുടെ ശ്രീകണ്ഠൻ നായരുടെ. പക്ഷെ അയാളൊരു കഞ്ഞിയ. കഞ്ഞിയായാലും ചോറായാലും കാര്യം നടക്കാൻ വല്ല വഴിയുണ്ടോ നോക്ക്. പിന്നെ ഒരു കാര്യം, മേല് നോവുന്ന പരിപാടിയാണെങ്കിൽ ഞാനില്ല, ഇപ്പഴേ പറഞ്ഞേക്കാം. ആ അത് ശരി. പോക്കൃത്തരം കാണിച്ചിട്ട് തല്ലുകൊള്ളാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതൊരു തരം മറ്റേ ഏർപ്പാടല്ലേ. അത് ചിലപ്പോ കൊണ്ടെന്നിരിക്കും, ചിലപ്പോ കൊണ്ടില്ലെന്നിരിക്കും. അതൊക്കെ അണ്ണന്റെ ലക്കി പോലെ ഇരിക്കും. ചുളു കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എന്ത് കുന്തം ആയിക്കോട്ടെ, നീ വഴി പറ. പറയടാ. നമ്മുടെ ശ്രീകണ്ഠൻ നായർക്ക് ഒരു ഫ്ലാറ്റ് ഉണ്ട്. അതങ്ങ് ഹിൽവ്യൂ കോംപ്ലക്സിലാ. അത് അയാളുടെ മകൾക്ക് വേണ്ടി ഇട്ടിരിക്കുക. പെണ്ണങ്ങ് അമേരിക്കയിലോ മറ്റോ ആണ്. അവൾ ആള് മകാ പെശകാന്നാ പറയുന്നത്. കേസാ കേസ്. ഭർത്താവിന് വിളുന്താനാ. അവിടെ സായിപ്പുമാർക്കൊക്കെ ഫ്ലാറ്റിന്റെ കാര്യം ഞാൻ ചോദിച്ച, പെണ്ണിന്റെ കാര്യമല്ല. അത് ശരി. അപ്പൊ പെണ്ണ് ഫ്ലാറ്റ് അത് തൂത്തുവാരാനും തുടയ്ക്കാനും സൂക്ഷിക്കാനും ഒരാളെ വേണമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് നാളായി. ഈ മൂപ്പിലാനൊരു പ്രസിദ്ധ എച്ചിയായതുകൊണ്ട് ആരും ഏറ്റിട്ടില്ല. അണ്ണൻ അവിടെ പോയി തൂത്തുവാരി തുടച്ചോളാന്ന് പറഞ്ഞ് താക്കോല് വാങ്ങിച്ചാൽ പദ്ധതി നടക്കും. ഏറ്റോ നീ കൂടെ വരൂ. അയാൾ എന്നെ കണ്ടാ താക്കോല് കിട്ടില്ല എന്ന് മാത്രമല്ല, ആടി പാഴ്സൽ ഷുവർ. അണ്ണൻ പോയാ മതി. പിന്നെ താക്കോല് കിട്ടുമ്പോ കൈ വറക്കരുത്. ഞാൻ പോട്ടാ. ചുമ്മാ പോണം അണ്ണ. ധൈര്യമായിട്ട് പോണം. ശരി.